ആരാണ് വിജയി എന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മിൽപ്പെട്ട പല ആളുകൾക്കും ഈ രംഗത്തുള്ളത് ദ്വിമുഖം ആണ് എന്ന് പറയാൻ പറ്റും. ഒരാളെ കണ്ടാൽ നിന്റെ കൂടെ ഞാനുണ്ടാവും, നിന്നെ ഞാൻ വിജയിപ്പിക്കും, നീ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ പറയുകയും ഉള്ളിലൂടെ അയാൾക്കെതിരെ പ്രവർത്തിക്കുകയും കളിക്കുകയും ചെയ്യുന്ന അഭിനയ ജേതാക്കളാണ് നമ്മൾ അധിക ആളുകളും. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ളതും ദ്വിമുഖങ്ങളാണ്. ദുൽവജ്ഹൈൻ, ഒരാളുടെ അടുത്ത് പോയിട്ട് അവൻ്റെ സ്വന്തം ആളായിട്ട് സംസാരിക്കുക, അങ്ങനെ അഭിനയിക്കുക. ഇപ്പുറത്ത് വന്നിട്ട് നേരെ അവനക്കെതിരെ പിന്നെ ആരാണോ കാണുന്നത് അവൻ്റെ ആളായിട്ട് നിൽക്കുക, അങ്ങനെ അഭിനയിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെയും ഇങ്ങനെയുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവില്ല. എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മോശത്തരങ്ങൾ കണ്ടാൽ അതിനെതിരെ നന്നായി സംസാരിക്കും, പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ടാവും ചെയ്യും. വേറൊരു കല്യാണത്തിന് എന്തെങ്കിലും മോശത്തരങ്ങൾ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുകയും അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും ചെയ്യുക. സ്വന്തം വീട്ടിലുണ്ടാകുമ്പോൾ അത് നിരോധിക്കാനും കഴിയാതിരിക്കും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മദ്യപാനത്തിനെതിരെ പറയാം, നമ്മൾ കുടിക്കും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഹബീബായ മുത്തുനബി നിങ്ങൾ പറയാണ്, യുജാഉ ബിർറജുലി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ, ചില മനുഷ്യന്മാരെ പരലോകത്ത് കൊണ്ടുവരും. ഫയുൽഖാ ഫിന്നാർ, അവരെ നരകത്തിലേക്ക് എറിയപ്പെടും. എന്നിട്ടോ ഫതന്തരിഖു അഖ്താബുഹു ഫിന്നാർ, അവൻ്റെ കുടലുകൾ, അവൻ്റെ വൻകുടലും ചെറുകുടലൊക്കെ നരകത്തിൽ കടന്ന് വെന്ത് നീറി അത് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടും. എന്നിട്ടോ ഫയദൂറു കമാ യദൂറുൽ ഹിമാറു ബിറഹാഹു, ആട്ടുകല്ലിന് ചുറ്റും കഴുത ചുറ്റുന്ന പോലെ അങ്ങനെ ചുറ്റേണ്ടി വരും നരകത്തിൽ. കഠോരമായ നരകത്തിൻ്റെ ഒരു ശിക്ഷ അവനക്ക് വരാൻ പോകുന്നതാണ് പറഞ്ഞത്. അയാളെ നരകത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളും, അവൻ്റെ കുടൽമാല പുറത്തു ചാടും. അങ്ങനെ അതിന് ചുറ്റും കൈത ആട്ടുകല്ലിന് ചുറ്റും തിരിയുന്ന പോലെ അവനിങ്ങനെ ചുറ്റിത്തിരിയും. ആട്ടുകല്ലിന് കൈതങ്ങനെ പഴയ കാലത്ത് ആട്ടുന്ന ഇങ്ങനെ കറങ്ങലാണ്, അതേപോലെ നരകത്തിൽ ഇങ്ങനെ അവൻ കറങ്ങേണ്ടി വരും. കുടൽമാലൊക്കെ പുറത്ത് ചാടി ആകെ നാറി അവസാനം നരകത്തിൽ കത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ജനങ്ങൾ അവരോട് ചോദിക്കും, ഇപ്പം എഴുത്തമ്മി അഹ്ലുന്നാരി അലൈ, അപ്പോൾ നരകാവകാശികളൊക്കെ ഒരുമിച്ച് കൂട്ടിനോട് ചോദിക്കും, ഫയഖൂൽ ഐ ഫുലാൻ, അല്ല മനുഷ്യ, നിങ്ങളല്ലേ നാട്ടിലെ വലിയ കാരണവരായിട്ടുണ്ടായിരുന്നത്, എല്ലാ തിന്മകൾക്കെതിരെ നിങ്ങളല്ലേ പ്രവർത്തിച്ചിരുന്നത്, എല്ലാ നന്മകളും നാട്ടിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ നിങ്ങളല്ലേ, ഐ ഫുലാൻ മാഷക്ക് എന്താ നിങ്ങളെ കഥ, അലൈസ കുന്തത്ത് മുറുണാബിൽ മാറോ, നീ ഞങ്ങളോട് ഒരുപാട് നല്ല കാര്യം വാല്യൂ പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് കാര്യം ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നല്ലോ. അപ്പോൾ തൻഹാന അനിൽ മുൻകർ, നാട്ടിലെല്ലാ വേണ്ടാത്തരങ്ങൾക്കെതിരെയും ശബ്ദിച്ച ആളാണല്ലോ നിങ്ങൾ, പിന്നെ എന്ത് പറ്റി? പിന്നെ എന്നിട്ട് നിങ്ങൾ നരകത്തിൽ, നിങ്ങളല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്, ഞങ്ങൾ ഏതായാലും കേടികളും മോശക്കാരുമാണ്, ഞങ്ങളുടെ അങ്ങനെ തന്നെ, പക്ഷെ നിങ്ങൾ നാട്ടിൽ നല്ല മനുഷ്യനെ നടന്ന ആളല്ലേ, പിന്നെ നിങ്ങൾ തന്നെ നരകത്തിൽ കടന്ന് നിങ്ങൾ കുടലൊക്കെ പുറത്ത് ചാടി ഇങ്ങനെ കറങ്ങണെന്താ? അപ്പോൾ അയാൾ പറയും, കുന്തു ആമുറുക്കുമ്പിൽ മാറൂഫി, സംഗതി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും, നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിക്കും ചെയ്യും, പക്ഷേ വലാത്തി, അതൊന്നും എൻ്റെ വ്യക്തി ജീവിതത്തിൽ അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ. നീ വനഹാക്കുമലൻ മുൻകരി, എല്ലാ മോശത്തരത്തിനെ തൊട്ടും വേണ്ടാത്തരങ്ങളെ തൊട്ടൊക്കെ ഞാൻ നിരോധിച്ചിരുന്നു ദുന്യാവിൽ, പക്ഷെ നിങ്ങൾ കാണാതെ വാത്തി ഞാനൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവൻ മറുപടി പറയുമെന്ന് നബിയുനാ ശഫീഉനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചങ്കിൽ തറക്കുന്ന, ഹൃദയത്തിൽ തട്ടുന്ന വലിയ ഒരു സംഗതിയാണ്. നമ്മൾ ആദ്യം വ്യക്തി ജീവിതത്തിൽ അത് പകർത്തുക എന്നുള്ളത് വിധങ്ങളിൽ ചരിത്രമായി പറയപ്പെടാറുണ്ടല്ലോ. കൂടുതൽ മധുരം ഉപയോഗിച്ചിരുന്നൊരു കുട്ടി അമിതമായി മധുരം ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിയോടൊന്ന് ഉപദേശിക്കാൻ വേണ്ടി ആ കുട്ടിൻ്റെ കൈയും പിടിച്ച് ബാപ്പ നബിതങ്ങൾ അരികിലേക്ക് വന്നത് പറയപ്പെടുന്നൊരു ചരിത്രം. നബിതങ്ങൾ അടുത്തേക്ക് വരികയാണ്, എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഈ കുട്ടി വല്ലാതെ ഓവറായിട്ട് മധുരം ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഉപദേശിച്ചു കൊടുക്കി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞതെന്താ, കുട്ടിനായിട്ട് ഇപ്പം തിരിച്ചു പോവാം, അടുത്ത ആഴ്ച വാ, പിന്നെ വാന്ന്. അങ്ങനെ രക്ഷിതാവ് കുട്ടിനെ കൊണ്ടുപോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ നബിതങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കേട്ടു വന്നൊരു ചരിത്രം. അങ്ങനെ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ബാപ്പ ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൻ്റെ പറഞ്ഞു കൊടുത്തതായിരുന്നോ?
അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ പിന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം വന്നപ്പോൾ നിങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, എൻ്റെ അപ്പം തന്നെ അത് പറഞ്ഞു കൊടുത്തു ഇടേനെയാണ്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് മധുരത്തിനോട് വലിയ ഇഷ്ടം താല്പര്യമൊക്കെയാണ്. അപ്പം ഞാനത് ആദ്യം തിരുത്തുകയും ഞാനത് നിയന്ത്രിക്കുകയും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട ശേഷം പറയാം എന്ന് കരുതി എന്ന് അവിടെ നിന്ന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമ്മൾ പൂർണ്ണമായി വെടിഞ്ഞ ശേഷം തെറ്റുകൾ മറ്റുള്ളവരോട് നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ പൂർണ്ണത. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ദുനിയാവിലെ ഏറ്റവും നല്ല അഭിനയത്തിന് അവാർഡ് കൊടുക്കപ്പെടേണ്ട ആളുകളാണ് നമ്മൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ സംസാരം കേട്ടാൽ നമ്മൾ മാന്യനാണ്. പക്ഷേ നമ്മൾ പറയുന്ന നന്മകൾ നാക്കിലേ ഉള്ളൂ, നമ്മുടെ പ്രവൃത്തിയിൽ ഇല്ല. നമ്മൾ നിരോധിക്കുന്ന തെറ്റുകൾ നമ്മളെ നാക്കുകൊണ്ട് നിരോധിക്കുന്നു, നമ്മുടെ പ്രാവർത്തിക രീതിയിൽ അത് നിരോധിക്കപ്പെടുന്നുമില്ല. ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വിഷയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ പ്രത്യേകത പറയാൻ പറ്റും. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ആളും ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളാണ്. ഹദീസിലുണ്ട്, ഏത്തി ഹാദാബി വജീൻ, ഒരുത്തൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ്റെ സ്വന്തം ആളായിട്ട് നമ്മളുടെ ആളായിട്ട് സംസാരിക്കും. എന്നിട്ട് മറ്റേ ആളെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് മറ്റേ എതിരാളിൻ്റെ അടുത്ത് പോയിട്ടോ ഏത്തി ഹാദാബി വജീൻ, അവൻ്റെ അടുത്ത് പുഞ്ചിരിക്കുന്ന പ്രസന്ന മുഖവുമായി അവൻ്റെ സ്വന്തം ആളായിട്ട് സംസാരിച്ചിട്ട്, ഇതാണ് ഏറ്റവും വലിയ അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഏറ്റവും ഫിത്ന ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യന്മാർ മിക്കവാറും വോട്ടെണ്ണി കഴിയുമ്പോൾ ചില ആൾക്കാരുടെ മുഖത്ത് വലിയ പ്രസന്നതയായിരിക്കും, സന്തോഷവും വലിയ ശോഭയും, അവർക്ക് നല്ല പ്രഭയൊക്കെ ഉണ്ടാവും. മുസ്ഫിറ, ഖുർആൻ പറയുന്നുണ്ട്, മഹ്ശറിൽ ചില ആൾക്കാർ ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. ചിരിക്കുന്നതും സന്തോഷം കൊള്ളുന്നതുമായിരിക്കും ചില മുഖങ്ങൾ. പ്രഭ ചൊരിയുന്ന നല്ല വെളിച്ചമുള്ള മുഖമായിരിക്കും. സന്തോഷിക്കുന്ന ചിരിക്കുന്ന മുഖമായിരിക്കും. ഇന്നലെ 10-12 മണിയാകുമ്പോൾ 8-8 9 മണിയാകുമ്പോൾ തന്നെ ചില സ്ഥാനാർത്ഥികൾ അങ്ങനെ കയറാം. ഖുർആൻ പറയാണ്, ചില മുഖങ്ങളാകട്ടെ അന്ന് പൊടി പുരണ്ടിരിക്കും. മാഷറരെ ചില മുഖങ്ങൾ എൻ്റെ പ്രതീക്ഷ വന്നായിരിക്കും, മുറക്കെട്ട് വാടി, മുഖം കെട്ട് വാടി, ആകെ ചമ്മി ആണ്ടില്ലായിരുന്നു എന്ന അവസ്ഥയിലായിരിക്കും. ചില മുഖങ്ങളാകെ പൊടി പുരണ്ട് ബേജാറായി, ആകെ കൂരിട്ട് മൂടിയിരിക്കും. ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമുക്കിത് അനുഭവിക്കാമെങ്കിൽ നന്മ തിന്മകളുടെ ഏടുകൾ വിതരണം ചെയ്യപ്പെടുന്ന അവിടെ നമുക്ക് സന്തോഷത്തിൻ്റെ മുഖമായി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാകാൻ കഴിയണം. അള്ളാഹു പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ തൻ്റെ ഫദ്ല് കൊണ്ട് അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.